നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ചേട്ടാ? എന്ത്? അല്ല, എന്തോ മറച്ചു പിടിച്ചേക്കുന്നു. മറച്ചു പിടിച്ചോ? ആഹാ, അത് അതെ, നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല, രണ്ട്. എന്താ? അത് പറയില്ല, നീ തന്നെ കണ്ടുപിടിക്കും. ആലോചിക്ക, നന്നായിട്ട് ആലോചിക്കും. പറ. അത് എനിക്കറിയില്ല. ഇത്ര നേരം ആലോചിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക? ശരി, ഒരു ക്ലൂ വരാം. എന്താ ക്ലൂ? ഒരെണ്ണം തലയിൽ വെക്കാൻ, പിന്നെ ഒരെണ്ണം കഴിക്കാനുള്ളതും. തലയിൽ വെക്കാനുള്ളതും കഴിക്കാനുള്ളതും. ഹെയർ ക്ലിപ്പും പഴംപൊരി. എന്തോന്ന്? ഹെയർ ക്ലിപ്പും പഴംപൊരിയോ? അല്ലേ? അല്ല. എന്നാ ചേട്ടൻ തന്നെ പറ. വെറുതെ എന്തിനാ എന്നെ കൺഫ്യൂഷൻ ആക്കുന്നു? ശരി, എന്നാ ഞാൻ തന്നെ പറയാം. നീ അത് കാണുമ്പോ ഞെട്ടിക്കോരിത്തരിക്കും. മുല്ലപ്പൂവും സ്വീറ്റ്സ്. ഇതൊക്കെ ആർക്കാ ചേട്ടാ? നീ എന്താ ചോദിച്ചേ? ഇതൊക്കെ ആർക്കാന്നോ? ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ ഞാൻ ഇതൊക്കെ, നിനക്ക് വേണ്ടി മാത്രം. കാക്കുതി, നീ മുല്ലപ്പൂ തിന്നിട്ടേ ഈ സ്വീറ്റ്സ് എടുത്ത് തലയിൽ വെക്കും. അല്ല, പിന്നെ സോറി, അങ്ങനെയല്ല, മാറിപ്പോയി. ഈ മുല്ലപ്പൂ മുടിയിൽ ചൂടിയിട്ട് സ്വീറ്റ്സ് കഴിക്കും. ഇപ്പൊ കറക്റ്റായി അല്ലേ? എന്നാ വാങ്ങ്. നിനക്ക് വേണ്ടി ഞാൻ സന്തോഷത്തോടെ മുല്ലപ്പൂവും സ്വീറ്റ്സും വാങ്ങി വന്നപ്പോ നീ എന്താ ജവാൻകോട്ടയിലെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത്? വാങ്ങിക്ക്. അക്കുചേട്ടാ, ഞാനെന്താ വീടിന്റെ മുന്നിലെ ഞാവൽ മരത്തിൽ പൂ വെച്ച് അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ അത് കൊണ്ടുവന്നിട്ട് അക്കുചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇപ്പൊ ഞാനിതങ്ങനെ വാങ്ങിക്കാനാ? സോറി കാക്കുതി, അന്നങ്ങനെ പറ്റിപ്പോയി. പക്ഷേ ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി കൊതിയോടെ വാങ്ങിച്ചോണ്ട് വന്നല്ലേ. മനസ്സിലായി. അക്കുചേട്ടൻ ഇതാ ടേബിളിൽ വെച്ചേക്ക്. ഗോവിന്ദമാമൻ പറഞ്ഞ പോലെ മുല്ലപ്പൂവും സ്വീറ്റ്സും ഒക്കെ വാങ്ങി. പക്ഷെ അവൾ ഇങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ. സൗമ്യാണല്ലോ. ഹലോ സൗമ്യ. ആകാശി ഉറങ്ങിയായിരുന്നോ? ഇല്ല, എങ്ങനെ ഉറങ്ങാനാ? ഞാനും ചാരു സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അപ്പം ഞാൻ വിളിച്ചത് ഡിസ്റ്റർബ് ആയോ? ഇല്ല സൗമ്യ, ഞങ്ങള് ചുമ്മാ. സൗമ്യ പറയും. മുതിർന്നവർ എന്ത് ചെയ്താലും അതിന് പിന്നിലൊരു ശരിയുണ്ടാവും. അത് ഇന്ന് ആകാശിന്റെ അച്ഛൻ തെളിയിച്ചു. മനസ്സിലായില്ലല്ലോ സൗമ്യ. ആകാശിന്റെ അച്ഛൻ ഓഫീസിൽ വന്ന് സംസാരിച്ച് ആകാശിനെ വിളിച്ചുകൊണ്ട് പോയ കാര്യമാണ് പറഞ്ഞേ. നിങ്ങൾ പോയ ശേഷം ശ്രേയമാടത്തിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഒരു തുള്ളി ചോര ഉണ്ടായിരുന്നില്ല മുഖത്ത്. അച്ഛൻ അങ്ങനെയാ സൗമ്യ. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും വേദനയോ കഷ്ടപ്പാടോ ഉണ്ടായാൽ അച്ഛനത് സഹിക്കില്ല. അച്ഛന്റെ തീരുമാനങ്ങളൊന്നും തെറ്റില്ല. അച്ഛന്റെ ആ തീരുമാനത്തിൽ ശ്രേയമാടം ആകെ മാറിപ്പോയി.